ഞാൻ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്നും തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഈ രണ്ട് സൈഡിലും ഇഷ്ടം പോലെ ബേക്കറികളുണ്ട്. ഈ ബേക്കറികളിലെ ഒരു പ്രധാന ഐറ്റം എന്ന് പറയുന്നത് തിരുനെൽവേലി ഹൽവയാണ്. പ്രത്യേകിച്ച് മധുരപലഹാരങ്ങളോട് വലിയൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഏതായാലും മുമ്പോട്ട് തന്നെ നടക്കുകയാണ്. ഏതായാലും ഹൽവ നമുക്ക് ഈ പ്രാവശ്യം ടേസ്റ്റ് ചെയ്യേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ. ഏകദേശം ഒരു 4 കിലോമീറ്റർ ഉണ്ട് അന്യമ്പാറയിലേക്ക്. അവിടം വരെ നടക്കാവുന്നതാണ് എൻ്റെ തീരുമാനം. അപ്പോൾ നല്ല വെയിലാണ്. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ വെയിൽ കത്തിക്കാളുക എന്നൊക്കെ പറയണല്ലേ, അതിനേക്കാളും ഒരു സ്വല്പം കൂടി ഗ്രേഡ് കൂടിയ ഒരു രീതിയിലുള്ള വെയിലാണ്. പ്രത്യേകിച്ചും തമിഴ്നാട് ഏരിയകളിലൊക്കെ എങ്ങനെയാണ് വെയിലും നല്ല ചൂടായിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു ഏരിയയിൽ ഒരു പക്ഷേ കടൽ തീരത്തു നിന്നൊക്കെ ഒരുവിധം അകലത്തിൽ കിടക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ നല്ല രീതിയിലുള്ള ഹ്യൂമിഡിറ്റി കുറവുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ ആവാം ചിലപ്പോൾ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളേതായാലും വിയർക്കുന്നത് അറിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നത്തിൻ്റെ ആവാൻ ചിലപ്പോൾ ഒരു പക്ഷേ ചാൻസിൽ ഏതായാലും ആ തമിഴ്നാടിൻ്റെ ആ കാഴ്ചകളെ കണ്ട്, ജീവിത കാഴ്ചകളെ കണ്ട് ഞാൻ എൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ഷെയർ ഓട്ടോ കിട്ടി. 15 രൂപയായി ഈ സ്ഥലം വരെ വരുന്നതിന്. ഇവിടുന്ന് ഏകദേശം ഒരു 100-150 മീറ്റർ കൂടെ ഫ്രണ്ടിലേക്ക് പോയാൽ ഇവിടെ വരെ ഉണ്ടാകുന്നുള്ളൂ ഓട്ടോ. അപ്പോൾ അതിൽ ലാസ്റ്റ് ഉള്ള ആൾ എവിടെ ഇറങ്ങുന്നോ അവിടെ നമ്മൾ ഇറങ്ങേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരും. അതിൽ ഞാൻ അവിടെ ഇറങ്ങി ഏതായാലും ഒരു 100 മീറ്റർ അല്ല കേട്ടോ, ഏകദേശം 1/2 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ കുറേ തമിഴ്നാട് ഗ്രാമപ്രദേശത്തിൻ്റെ തനതായ കാഴ്ചകളും ഇതുപോലെയുള്ള നീലാകാശവും നല്ല ക്ലിയർ സ്കൈ ആണ് ഇന്നത്തെ ദിവസം. പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടുള്ള മേഘശകലങ്ങളൊന്നും ഇവിടെ കാണാനില്ല. ഏതായാലും ഞാൻ അന്യൻപാറയുടെ സമീപത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചില കോവിലുകളൊക്കെ ഉണ്ട്. ഇതൊരു ശിവൻ കോവിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു പ്രദേശത്ത് ശിവൻ്റെ അമ്പലങ്ങളാണ് കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏതായാലും ഞാനവിടെ അതെല്ലാം കണ്ട് കുറേ വീഡിയോ എടുത്തുകൊണ്ട് മുമ്പോട്ട് അന്യൻപാറയുടെ മുമ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോൾ മുമ്പിൽ കുറേ വൈക്കോല് കൂന കൂട്ടിയിട്ടിരിക്കുന്നത് കാണാനുണ്ട്. അത് കൂന കൂട്ടിയിട്ടിരിക്കുകയല്ല, ഒരു പ്രത്യേക രീതിയിൽ അടുക്കി വച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു പക്ഷേ നമ്മളെവിടെയെങ്കിലും നനയാത്ത രീതിയിൽ ഒക്കെ ആയിരിക്കും നമ്മൾ വെക്കുന്നത്. പക്ഷേ ഇവർ ഇതേപോലെയുള്ള നല്ല വെളിമ്പ്രദേശത്ത് വൈക്കോല് ഇതേപോലെ അടുക്കി വച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറേ ടാർപ്പ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളും കിട്ടും. അപ്പോൾ അതോടുകൂടി അത് നനയുന്ന പ്രശ്നം വരുന്നില്ല. അതുപോലെ മഴയും താരതമ്യേന കുറവായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. ഏതായാലും ഞാൻ അന്യൻപാറയുടെ സമീപത്തേക്ക് നോക്കി നടക്കുമ്പോൾ ഈ ഒരു പ്രദേശം എത്രയോ സിനിമകൾക്ക് ചിത്രീകരണ വേദിയായിട്ടുണ്ടെന്ന് ആണ് ആലോചിക്കുന്നത്. നമ്മൾ കണ്ടുമറന്ന പഴയകാല തമിഴ് പടങ്ങളിലെ രജനീകാന്തിൻ്റെയും വിജയകാന്തിൻ്റെയും ശരത് കുമാറിൻ്റെയൊക്കെ തമിഴ് പടങ്ങളിൽ വളരെ മനോഹരമായിട്ടുള്ള വയലേലകളിലെ പാട്ട് സീനൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു പ്രദേശത്ത് വച്ചാണ് അധികവും. അതേപോലെ ഇവിടെ ഒരു ചെറിയൊരു തോടുണ്ട്. ഇതിലെ വെള്ളം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പക്ഷേ മലയാളികൾ അവിടെ നിന്ന് ഛർദ്ദിക്കുക, ആ മാതിരിയുള്ള വെള്ളമാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ 2 പിള്ളേർ മീൻ പിടിക്കുന്ന ആദ്യം കണ്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ മിക്കവാറും ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ഇതുപോലെ
മലിനത്തിൽ നിന്ന് മീൻ പിടിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട്. അത്രയും മോശമായിട്ടുള്ള വെള്ളമാണ്, എവിടെയൊക്കെയോ ഓടകളിൽ നിന്ന് ഒഴുകി പോകുന്ന വെള്ളമാണ്. ഏതായാലും അങ്ങോട്ട് മുമ്പോട്ട് ചെല്ലുമ്പോഴത്തേക്കും ആ അന്യംപാറയുടെ കുറേ കാഴ്ചകൾ എനിക്ക് കാണാതാവുന്നുണ്ട്. അതുപോലെ ആ വയലേലകളുടെ ഒരു കാഴ്ചയും വളരെ മനോഹരമായിട്ടുള്ള ആ കാഴ്ചകൾ. അന്ന് ഒരു 1.5 മാസം മുമ്പ് ഞാൻ വന്നപ്പോൾ ഇവിടെ ചെറിയ ചെടികളായിരുന്നുവെങ്കിൽ ഇപ്പോൾ എല്ലാം കതിരണിഞ്ഞ് നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ് കാണാനുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ചയും കണ്ടുകൊണ്ട് ഞാൻ പതുക്കെ അന്യൻപാറയുടെ സമീപത്തേക്ക് നടക്കുകയാണ്. ഇവിടെ ഒരു 1-2 വണ്ടികൾ കിടപ്പുന്നുണ്ട്. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പ്രദേശത്തെ ഏറ്റവും കൂടുതൽ വരുന്നത് കേരള വണ്ടികളാണ്. അപ്പോൾ അതേപോലെ തന്നെ ഒരു പ്രത്യേകത, ഈ പ്രദേശങ്ങളിലുള്ളവർക്ക് എല്ലാവരും ഒരു തെറ്റില്ലാണ്ട് മലയാളം സംസാരിക്കും. അതുപോലെ നല്ല ചുള കാറ്റാണ് ഇവിടെ. ആ കാറ്റിൽ ഈ നെൽച്ചെടികളിങ്ങനെ ചാഞ്ഞ് വന്നാണ് നല്ല രസമാണോ. ഞാനൊരു കുറേ ചേർന്ന് ഇങ്ങനെ കുറേ നേരമായി, കുറച്ച് നേരം ഞാൻ ആ ഒരു കാഴ്ച അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാം. അപ്പോൾ തൊട്ട് മുമ്പിലായിട്ട് ഇപ്പോൾ ഒരു കാറ് പാസ് ചെയ്ത് പോയില്ലേ, കേരള രജിസ്ട്രേഷൻ കാർ. അത് ഈ വരുന്ന വണ്ടികളൊക്കെ അത് KL 46, KL 64 അങ്ങനെയുള്ള നമ്മുടെ കേരള രജിസ്ട്രേഷൻ കാറുകളൊക്കെയാണ് അധികവും ഈ ഒരു പ്രദേശത്തേക്ക്. അവരുടെ ലക്ഷ്യം, മെയിനായിട്ടുള്ള ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യകാന്തി പൂവ് കാണുക, സൂര്യകാന്തി പാടം കാണുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ ഇപ്പോൾ ഏതാണ്ട് പൂവൊക്കെ കരിഞ്ഞു തുടങ്ങി, വാടി തുടങ്ങിയെന്നാണ് അവർ പറഞ്ഞത്. ഞാനങ്ങനെ നടന്ന് ഈ കിടക്കുന്നതും ഒരു KL 1 രജിസ്ട്രേഷൻ കാറാണ്. തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു 1 ഡേ ട്രിപ്പിന് ഒരു പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. അതെ, ഞാനങ്ങനെ അന്യംപാറയുടെ സമീപത്തേക്ക് എത്തി. ആ ഒരു ചെടി പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു അത്യാവശ്യം മുള്ളൊക്കെ ഉള്ള ഒരു ചെടിയാണ്. അങ്ങനെ ഒരു ചെറിയ ഒരു കുന്നം കയറി ചെന്നാലാണ് ആ 2-3 പാറ അവിടെ നിൽക്കുന്നത്. ഇതാണ് ആ അന്യംപാറയുടെ ദൃശ്യങ്ങൾ. നമ്മൾ അതിൽ തമിഴ് സിനിമയിലെ രജനീകാന്ത്, അതുപോലെ തന്നെ ശിവാജി ഗണേശൻ, MGR, അങ്ങനെ ജമിനി ഗണേശൻ, അങ്ങനെ ഒരു 3-4 പേരുടെ ഒരു പടമാണ് അവിടെ വരച്ചു വെച്ച ആ ഒരു പാട്ട് സീനിൽ നമ്മൾ കണ്ടിരുന്നത്. അന്യനിലെ രണ്ടക്ക എന്നുള്ള പാട്ട് സീനിൽ കണ്ടുകൊണ്ടിരുന്നത്. എൻ്റെ നേരെ എതിർവശത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ വയലേലകളുടെ അതിമനോഹരമായ കാഴ്ചകളാണ്. മിക്കവാറും കതിരൊക്കെ ഇപ്പോൾ കൊയ്യാൻ പാകത്തിന് ആയിട്ടുണ്ട്. ഒരു മഞ്ഞ നിറത്തിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ പോലെ അത്ര നീളം കൂടിയ ഒരു നെല്ലിന ആയിരിക്കില്ല അവിടെ മിക്കവാറും തമിഴ്നാട്ടിൽ കൃഷി ചെയ്യുന്നത്. തമിഴ്നാട്ടിലെന്നല്ല, ഇതുപോലെ വലിയ പാടശേഖരങ്ങളിലേക്ക് പൊക്കം കുറഞ്ഞ നെല്ലായിരിക്കും. നമ്മുടെ നാട്ടിലധികം പൊക്കാളി എന്ന് പറഞ്ഞ നെല്ലൊക്കെ, അതേപോലെ അയ്യാറിട്ട, അങ്ങനെ പൊക്കം കുറഞ്ഞ ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. ഈ തമിഴ്നാട്ടിലും ഏതാണ്ട് അതേ രീതിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ വീണ്ടും ആ പാറയുടെ ദൃശ്യങ്ങളാണ് ഈ ദൃശ്യങ്ങൾ. ശരിക്കും ആ ഒരു അവിടെ പെയിൻറ്റ് ചെയ്ത് വച്ചിരുന്നത് ഏകദേശം ഒരു 17-18 വർഷത്തോളം ആവാറായെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ അവിടെ ഷൂട്ട് ചെയ്തിട്ട്. ഏതായാലും ആ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ മാഞ്ഞു തുടങ്ങി. ഇത് സാധാരണ നമ്മൾ ഈ സിനിമകളിൽ ഇതുപോലെയുള്ള ഒരു പെയിൻറ്റിങ്ങൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ സാധാരണ വാട്ടർ പെയിൻറ്റാണ് അതിനുപയോഗിക്കാറ്. പെട്ടെന്ന് ആ ആവശ്യം കഴിയുമ്പോൾ ഒരു പക്ഷേ നമ്മൾ വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയാൽ പോലും ഒലിച്ച് പാകത്തിലുള്ള പെയിൻറ്റാണ് സാധാരണ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ അവർ ഇത് ശരിയായിട്ടുള്ള നല്ല പെയിൻറ്റ് തന്നെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏതാണ്ട് കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം വരെ ഈ ഒരു നന്നായിട്ട് തെളിഞ്ഞ് കാണാമായിരുന്നു ഇതിലെ ചിത്രങ്ങളെല്ലാം. ഏതായാലും ആ ഒരു പടത്തോടു കൂടിയാണ് ഈ ഒരു പ്രദേശം വളരെ പ്രസിദ്ധമായത്. അതേപോലെ തന്നെ ഇതിന് ഞാൻ എതിർവശത്തിലേക്കുള്ള കാഴ്ചകൾ കാണിച്ചു. അപാര ഒരു വ്യൂവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ടൂറിസ്റ്റുകളായിട്ട് വരുന്നവരിവിടെ ഒരു അരമണിക്കൂറെങ്കിലും, മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇതിൻ്റെ മുകളിൽ കയറി നിന്ന്
ഈ കാഴ്ചകൾ ആസ്വദിച്ചിട്ടേ പോവുള്ളൂ. അപ്പോൾ ഞാനും അവിടെ ഏകദേശം കുറച്ച് നേരം, നല്ല കാറ്റും കൂടിയാണ് ഇവിടെ. ഈ ഒരു പ്രദേശത്തെ വേറൊരു തൊട്ട് ഈ ഞാൻ ഈ നിൽക്കുന്ന പാറയുടെ തൊട്ട് താഴെയായിട്ട് ഒരു തടാകമുണ്ട്. ആ തടാകം ശരിക്കും ഈ വയലുകളിലേക്കുള്ള വെള്ളം ശേഖരിക്കുന്ന സ്ഥലങ്ങളാണ്. നമ്മൾ മിക്കവാറും തമിഴ്നാട്ടിൽ രജിസ്ട്രേഷനുള്ള നാഷണൽ പെർമിറ്റ്, ഓൾ ഇന്ത്യ പെർമിറ്റ് ലോറികളുടെയൊക്കെ പുറകിൽ അവർ ബോഡിയിൽ എഴുതി വെച്ചേക്കണതാണ് മഴനീർ സേവിപ്പോം എന്ന്. ശരിക്കും ആ ഒരു പ്രക്രിയയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഴവെള്ളം ശേഖരിച്ച് അവർ കൃഷിക്ക് ഉപയോഗിക്കുന്ന ഇതാണ്. അതുപോലെ ഇപ്പോൾ കുറച്ചെങ്കിലും ഒരു മാഞ്ഞു പോകാത്ത ഈ ഒരു പാറയിലെ ആ ഒരു ദൃശ്യം മാത്രമേ ഉള്ളൂ. അത് ആ ഒരു മരത്തിൻ്റെ തണലും കൂടെ ഉള്ളതുകൊണ്ട് അതിന് വലിയ കാര്യമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. പക്ഷേ എന്നാലും ആ ഒരു കാഴ്ചകൾ, ആ മരത്തിൻ്റെ ചില്ലകളൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ മഴവെള്ളം അവർ കൃത്യമായിട്ടുള്ള ഇതേപോലെ വലിയ മഴക്കുഴികൾ പോലെ അല്ലെങ്കിൽ തടാകം പോലെ ഉണ്ടാക്കി വെച്ച് മഴ പെയ്യുമ്പോൾ അവിടെ കുളങ്ങൾ പോലെ രൂപപ്പെടുകയും അത് മഴയില്ലാത്ത സമയത്തും ആവശ്യ സമയത്തും മുഴുവൻ അവരുടെ കൃഷി സ്ഥലങ്ങളിലേക്ക് തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മുല്ലപ്പെരിയാറിലെ വെള്ളവും ഈ പ്രദേശത്തേക്ക് ധാരാളമായിട്ട് ഒഴുകി എത്തുന്നുണ്ട്. നമുക്ക് ആ തടാകത്തിൻ്റെ ചെറിയൊരു വ്യൂ ഇവിടെ നിന്ന് കാണാം. വീണ്ടും ആ പാറക്കെട്ടുകളുടെ ഒരു കാഴ്ചയിലേക്കാണ്. ആ കാഴ്ചകൾ, ആ ചിത്രങ്ങൾ മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ആരുടേതാണ് എന്ന് ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ പറ്റില്ലാത്ത ഒരു രീതിയിലാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. ഏതായാലും ഞാനിവിടെ ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റോളമായി ഞാൻ ഈ ഒരു കാഴ്ചകളും കണ്ടുകൊണ്ട് നിൽക്കുന്നു. ഏതായാലും ഇനി വീണ്ടും തിരിച്ച് തെങ്കാശിയിലേക്ക് തന്നെ, ഇപ്പോൾ ഏകദേശം മണി 1:30-1:45 മണിയോടെ ആവുന്ന സമയം. അപ്പോൾ തെങ്കാശിയിൽ ചെല്ലുക, അവിടെ കുറച്ച് കാഴ്ചകളും കൂടെ എനിക്ക് കാണാനുണ്ടെന്ന് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നിച്ച് പോയപ്പോൾ കുറച്ച് കാഴ്ചകൾ മിസ്സായിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ അവിടെയൊക്കെ ഒന്ന് കാണണം. അത് കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ. പിന്നെ ഈ ഒരു പ്രദേശത്തെ പ്രത്യേകത, ഇതിൻ്റെ 4 ചുറ്റും ഇത്രയും കാറ്റുള്ളൊരു സ്ഥലമായതുകൊണ്ട് ഇവിടെ നിറച്ച് കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ നിന്നും നല്ലൊരു രീതിയിലുള്ള വൈദ്യുതി തമിഴ്നാട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വലിയ ഒരളവിലുള്ള വൈദ്യുതി ഉൽപ്പാദനവും ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ജലവൈദ്യുതി ഇല്ലെങ്കിൽ പോലും അവരെ താപനിലയങ്ങളിലൂടെയും അതേപോലെ ആറ്റോമിക് റിയാക്ടറുകൾ ഉള്ള ആറ്റോമിക് പവർ സ്റ്റേഷനുകളിലൂടെയും ഇതുപോലെ വിൻമില്ലുകളിലൂടെയൊക്കെ അവർ നമ്മളെക്കാളുമൊക്കെ വൈദ്യുതി ഉൽപ്പാദനത്തിൽ കേരളീയത്തിനേക്കാളും ഒരുപാട് മുൻപിലാണ്. ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാൻ അന്യൻപാറയിൽ നിന്ന് പതുക്കെ താഴത്തേക്ക് ഇറങ്ങി വരികയാണ്.